Good morning, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. നമുക്ക് അശ്വതി മിസ്സിന്റെ അവിടെ ആണ് കയറേണ്ട വന്നു. അപ്പൊ എല്ലാവരും തന്നെ ഫ്രണ്ട് ഓഫീസ് അല്ലെ നമ്മള് തീർക്കാനുള്ള ഭാഗം ഫ്രണ്ട് ഓഫീസാണ് അല്ലെ. എല്ലാവരും ഒന്ന് എടുക്കുക. ഒരു ചാപ്റ്റർ കൂടെ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിന്റെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഒത്തിരി അല്ലെ അവരുടെ കുറെ ഫ്രണ്ട് ഓഫീസിലെ വ്യക്തികളുടെ ഉണ്ടായിരിക്കേണ്ട കുറെ മെയിൻ ജോബും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. വ്യത്യസ്ത തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മൾ 1 by 1 ആയിട്ടൊക്കെ മനസ്സിലായി. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? വായിച്ചു നോക്കിയായിരുന്നോ? ഡൗട്ടുകളുണ്ടോ എന്തെങ്കിലും? എന്തെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്യാ. ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ? സ്കിൽസ് ഇല്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള ഭാഗം സ്കിൽസ് ആണ്. നമുക്കറിയാം അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉടനീളം എന്താണ് സബ്സ്റ്റൻസിന് ഉണ്ടായിരിക്കേണ്ട കുറെ കഴിവുകളെ കുറിച്ചിട്ട് നമ്മൾ കണ്ടായിരുന്നു. എന്തൊക്കെ കഴിവുകളാണ് പ്രധാനമായിട്ട് അവർക്ക് ഉണ്ടായിരിക്കേണ്ടത്? നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. എന്തൊക്കെ തരത്തിലുള്ള കഴിവുകളാണ് അവർക്ക് ഉണ്ടായിരിക്കേണ്ടത്? പഠിച്ച കാര്യങ്ങൾ അപ്പോ പെട്ടെന്ന് തന്നെ ഓർമ്മ പുതുക്കി പോവാനായിട്ട് സാധിക്കും. എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിരിക്കണോ റിസപ്ഷനിസ്റ്റിന്? എന്തെങ്കിലുമൊക്കെ കഴിവുകൾ അവർക്ക് വേണ്ടതല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും വ്യത്യസ്ത കഴിവുകൾ റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കേണ്ടതാണ് എന്നുള്ളത് അല്ലേ. ഏതൊക്കെ തരത്തിലുള്ള കഴിവുകളാണ് അവർക്ക് ഉണ്ടായിരിക്കേണ്ടതെന്ന് പറയാമോ? ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കുക. ശരിയർക്ക് ഒന്നും ഓർമ്മയില്ല. നിങ്ങള് മെസ്സേജ് അയക്കില്ല എന്നുള്ള ഇതിലാണോ? പുതിയ പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യണം, ഗുഡ് പേഴ്സൺ ആയിരിക്കണം, കസ്റ്റമർ സർവീസ് നല്ലൊരു സേവനം അവർക്ക് കൊടുക്കണം, നല്ല ലാംഗ്വേജ് നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഓക്കെയാണ്. ഓക്കെ, നല്ല ഐ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കണം. ഇൻകമിങ് കോൾസും അറ്റൻഡ് ചെയ്യണം സൂൺ ആസ് പോസിബിൾ അല്ലെ, വരുന്നതനുസരിച്ചിട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ റെഡി ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി നിങ്ങൾ ആരും എന്താ പറയാ റെഡി അല്ല, എന്റെ ക്ലാസ് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. എന്തായാലും ഓക്കെയാണ്, അത്യാവശ്യം അല്ലെ. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടായിരിക്കാം. എനിവേ നമുക്കറിയാവുന്ന ആ സ്കില്ലുകൾ തന്നെയാണ് അവിടെ എടുത്ത് പറയുന്നത്. എന്താണ് അവിടെ റിസപ്ഷനിസ്റ്റിന് വ്യത്യസ്ത തരത്തിലുള്ള സ്കില്ലുകൾ ആവശ്യമാണ്. അതായത് ടെലിഫോൺ എറ്റിക്വേറ്റ്, ഗുഡ് മാനേഴ്സ് ഉണ്ടായിരിക്കും. നമുക്കറിയാം എപ്പോഴും അല്ലെ പേഷ്യന്റിനെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യാൻ പറ്റുന്ന, അവരോട് നല്ല രീതിയിൽ മര്യാദയോടുകൂടി പെരുമാറാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം റിസപ്ഷനിസ്റ്റ്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെ. അവരെ നന്നായിട്ട് ആക്സെപ്റ്റ്, അവരെ ലിസൺ ചെയ്ത് അല്ലെ അവർ പറയുന്നത് കേൾക്കാൻ, അല്ലെങ്കിൽ എന്താണ് വളരെ ദേഷ്യപ്പെട്ട് തിരിച്ച് മറുപടികളൊന്നും പറയാതെ വളരെ പൊളൈറ്റ് ആയിട്ട് അല്ലെ നല്ല ശാന്തമായിട്ടൊക്കെ സംസാരിച്ച് മറുപടികൾ കൊടുക്കാനായിട്ട് തയ്യാറാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ സ്കിൽസിൽ പറയുന്നു ടെലിഫോൺ എറ്റിക്വേറ്റ് എന്ന് വെച്ചാൽ അവർക്ക് ഫോൺ കാര്യങ്ങളൊക്കെ വരുമ്പോഴുണ്ടാകേണ്ട മര്യാദകൾ അത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം. ദെൻ കസ്റ്റമർ സർവീസ്, അതായത് നല്ല സർവീസുകൾ അല്ലെ, അവർ വരുന്ന ചോദിക്കുന്നതിനനുസരിച്ചിട്ടുള്ള സേവനങ്ങൾ ഈ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ലഭ്യമാവാൻ പറ്റുമോ ആ സർവീസിനെ കുറിച്ചിട്ടുള്ള എല്ലാ അവബോധവും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ,
എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് ഇൻ കേസ് നെറ്റ് സർവീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് അല്ലെ എന്തെങ്കിലുമൊക്കെ വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് ബുക്കിംഗ് സൗകര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് ഒക്കെ കിട്ടുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ് നമുക്കറിയാം. ബേസിക്കലി അവർക്ക് മോസ്റ്റ് ആയിട്ട് അല്ലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് അവർക്ക് എത്തിക്കുന്നോടത്തൊക്കെ അയച്ചു പിടിച്ചൊക്കെ ചെയ്യണമെങ്കിൽ ആക്ച്വലി നമുക്കറിയാം എന്താണ് അവർക്ക് ബേസിക് ആയിട്ടുള്ള എന്താണ് കമ്പ്യൂട്ടറിന്റെ നോളജ് ഒക്കെ അവർക്ക് ഉണ്ടായിരിക്കണം. എന്താണ് മാനേജ്മെന്റ് മൾട്ടി ടാസ്കിങ് അവർക്ക് എല്ലാം മാനേജ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടായിരിക്കണം. ദെൻ മൾട്ടി ടാസ്കിങ് അതായത് ഒരു കാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റു കാര്യം ചെയ്യാനുള്ള അല്ലെ ഒരു ഫോൺ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെയായിരിക്കും ചിലപ്പോൾ അവർ ചില മെസ്സേജുകളൊക്കെ കാണുന്നതും അതിനനുസരിച്ചിട്ടുള്ള ആൻസറുകൾ അല്ലെ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈമാറ്റം ചെയ്യുന്നതൊക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഐ കോണ്ടാക്ട് ഒക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ഒന്നിനോടൊപ്പം തന്നെ മറ്റൊന്ന് കൂടി ചെയ്യാനുള്ള ഒരു മൾട്ടി ടാസ്കിങ് കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഓർഗനൈസിങ് നന്നായിട്ട് തന്നെ എല്ലാം തന്നെ അല്ലെ നല്ല പ്ലാനോട് കൂടിയിട്ട് അല്ലെ നല്ല ചട്ടക്കൂടൊക്കെ രൂപീകരിച്ചിട്ട് ഓരോരുത്തരെ എന്താണ് അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയവും അല്ലെങ്കിൽ ഡോക്ടറിന് കാണേണ്ട സമയക്രമത്തിലൊന്നും ഒരു പ്രോബ്ലം ഒന്നും ഇല്ലാത്ത രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി ഈ പറഞ്ഞ റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള സ്കില്ലുകളുടെ കാര്യമാണ് ജസ്റ്റ് ആ ഒരു 2 ലൈനിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് അതുമായി ബന്ധപ്പെട്ട തന്നെ അദ്ദേഹത്തിന്റെ സ്കില്ലിനെ കുറിച്ചിട്ട് സ്പെഷ്യൽ പോയിന്റ് ഹെഡിങ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ നല്ല ആശയവിനിമയം നടത്താനുള്ള ഒരു കഴിവ്. ഓക്കെ, ആശയവിനിമയം നടത്തുക എന്ന് പറയുമ്പോൾ എന്താണ് കസ്റ്റമേഴ്സ് പറയുന്നത് കേൾക്കാനും തിരിച്ച് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ തിരിച്ച് പറഞ്ഞു കൊടുക്കാനുമുള്ള ഒരു കഴിവ് അല്ലെ. or able to listen effectively and express oneself in a clear, articulate manner. അതായത് അവരെ അല്ലെ കസ്റ്റമേഴ്സ് എന്താണോ പറയുന്നത് അത് ശ്രദ്ധാപൂർവം കേൾക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് അല്ലെ നല്ല രീതിയിൽ തിരിച്ച് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അവർക്ക് വ്യക്തമായ ഭാഷയിൽ തന്നെ തിരിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് അല്ലെ. എന്താണ് അവിടെ ആർട്ടിക്കുലേറ്റ് മാൻ എന്ന് പറയുന്നത് വ്യക്തമായ ഭാഷയിൽ തന്നെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ്. നെക്സ്റ്റ് നോക്കുമ്പോൾ ഇൻഫോർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. എന്താണ് ഇൻഫോർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അതായത് നമുക്കല്ലേ തരുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ അല്ലെ നമ്മളിപ്പോ അവരെ ഇപ്പൊ പേഷ്യൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്യാനായിട്ട് പറയും അല്ലെ. അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ കളക്ട് ചെയ്യണം. അവരിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചില പോയിന്റ്സ് ഒന്നും വിട്ടുപോയ പ്രശ്നമാണ് അല്ലെ. അപ്പൊ ഏബിൾ ടു കളക്ട്, ഓർഗനൈസ് ആൻഡ് മോണിറ്റർ ഡാറ്റ എഫിഷ്യന്റ്ലി. അത് കാര്യക്ഷമമായിട്ട് തന്നെ മോണിറ്റർ ചെയ്ത് അല്ലെ അത് നോക്കേ നമ്മളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നെക്സ്റ്റ് പേഴ്സണെ വിളിക്കാൻ അല്ലെ. അപ്പൊ അത്തരത്തിൽ നല്ല രീതിയിൽ തന്നെ ഇൻഫോർമേഷൻസ് എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിങ് എന്ന് വെച്ചാൽ ആസൂത്രണം ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ ആ ചട്ടക്കൂടിന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ആസൂത്രണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി. Able to multitask priorities and schedule tasks and activities. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു കാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റു കാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാവണ്ടേ? വേണോ? അങ്ങനെ ഒരു കഴിവ് റിസപ്ഷനിസ്റ്റിന് വേണമായിരുന്നോ? വേണ്ടിവരും. കാരണം എന്തുകൊണ്ടാ? നമുക്കറിയാം ഒരു റിസപ്ഷനിസ്റ്റ് പല ഡ്യൂട്ടി എപ്പോഴും വന്നുകൊണ്ടിരിക്കും അല്ലെ. ഫോണിൽ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കും. അപ്പം എൻക്വയറിയിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കേണ്ടതായിരിക്കും. അപ്പൊ നല്ല ആക്റ്റീവായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു കഴിവുണ്ട് അല്ലെ. അപ്പൊ അവർക്കൊരു മൾട്ടി ടാസ്ക് കഴിവുകൾ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഇങ്ങനെ മൾട്ടി ടാസ്ക് കഴിവ് വരുമ്പോൾ അത് വ്യത്യസ്ത വർക്കുകൾ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതിനാണ് പ്രയോറിറ്റീസ് അല്ലെ, മുൻഗണന കൊടുക്കേണ്ടത് ഏതിനാണ്? പ്രയോറിറ്റീസ് എന്ന് പറയുമ്പോൾ മുൻഗണന കൊടുക്കുക അല്ലെ. അപ്പൊ ഏത് കാര്യത്തിനാണ് ഒരു പെട്ടെന്ന് ഒരു അർജൻസി കേസ് അല്ലെ, ഒരു കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ആവേണ്ട ഒരു കേസാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഫോൺ വിളിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നവരുണ്ടാവും. പക്ഷെ നമുക്കറിയാം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അർജൻസി കേസ് എന്ന് പറയുന്നത് അല്ലെ പെട്ടെന്ന് വരുന്ന ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റി കേസിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കേസാണെങ്കിൽ അതിനെ ഒരു പ്രയോറിറ്റീസ് കൊടുക്കും അല്ലെ. അപ്പൊ എന്തിനാണോ മുൻഗണന കൊടുക്കേണ്ടത് അതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് അവരുടെ മറ്റു വർക്കുകളെ ഷെഡ്യൂൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കണം? ആർക്കാ ഉണ്ടായിരിക്കേണ്ടത്? അതേ കാര്യം പറയുന്നത് ആർക്കാ വേണ്ടത്?
അങ്ങനെയൊക്കെയുള്ള കഴിവ് ആർക്കാ വേണ്ടത്? റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കും അല്ലെ. നമ്മളിപ്പോ ഇടയ്ക്ക് പറഞ്ഞു പോകുന്നത് റിസപ്ഷനിസ്റ്റിന്റേതായിട്ടുള്ള സ്കില്ലുകളാണ് അല്ലെ. ദെൻ അറ്റൻഷൻ ടു ഡീറ്റെയിൽ. എന്താണ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറയുന്നത്? ഓക്കെ, നിങ്ങൾ ഇവിടെ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് ഇടയ്ക്കുള്ള ഒരു പണിയാണത്. അപ്പൊ ഓക്കെയാണ്, നിങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്നത് ഏബിൾ ടു പ്രൊഡ്യൂസ് ആക്യുറേറ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി വർക്ക് ത്രൂ കൺസേൺ ഫോർ ഓൾ ഏരിയാസ് ഇൻവോൾവ്. അതായത് നമുക്ക് അല്ലെ നമ്മളുടെ വർക്ക് നല്ല കൃത്യമായിട്ടായിരിക്കണം വർക്കുകളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. എന്താണ് ഇത് മാത്രമല്ല എന്ന് പറയുന്നത് ഫോർ ഓൾ ഏരിയ ഇൻവോൾവ്. ഓക്കെ, എല്ലാ ഏരിയയിലേക്കും അല്ലെ, എല്ലാ ഏരിയയിലേക്കും നമ്മളുടെ വർക്ക്, നമ്മൾ കണ്ടായിരുന്ന ഫ്രണ്ട് ഓഫീസിലെ വർക്ക് അല്ലെ ബാക്ക് ഓഫീസ് വരെ അതിന്റെ ആവശ്യകതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഏരിയയിലെയും ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് റിസപ്ഷനിസ്റ്റ് കളക്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ ബില്ലിംഗ് സെക്ഷൻ ആവശ്യമായിട്ടുള്ള എന്താണ് ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതും കൂടി കവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നെക്സ്റ്റ് എന്താ പറയുന്നത്? കസ്റ്റമർ സർവീസ് സ്കിൽസ്. എന്താണ് കസ്റ്റമർ സർവീസ് സ്കിൽസ് എന്ന് പറയുന്നത്? ഏബിൾ ടു ഡെവലപ്പ് എ ഗുഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഫോക്കസിങ് ഓൺ അച്ചീവിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് അവിടെ നമുക്കറിയാം പ്രധാനമായിട്ടും ഒരു അല്ലെ നല്ല റിസപ്ഷനിസ്റ്റ് എന്ന് പറയണമെങ്കിൽ അവിടെ വീണ്ടും വീണ്ടും പേഴ്സൺസ് വരണം. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോഴാണ് ആ ബിസിനസ് നന്നായിട്ട് റൺ ചെയ്ത് പോവുള്ളൂ അല്ലെ. അപ്പൊ അവിടെ കസ്റ്റമർ സർവീസിന്റെ സ്കില്ലിനും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അല്ലെ. നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ കാഴ്ചവെക്കണം. എന്താണ് ഓരോ കസ്റ്റമേഴ്സിനോടും നല്ല മര്യാദയോടും അല്ലെ വീണ്ടും വീണ്ടും വരാൻ പറ്റുന്ന ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധം അവിടെ ഉണ്ടാക്കിയിരിക്കേണ്ടതാണ്. ഫോക്കസിങ് ഓൺ അച്ചീവിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ സംതൃപ്തിയോട് കൂടിയിട്ട് പറഞ്ഞയക്കാനായിട്ട് ശ്രമിക്കണം അല്ലെ. നല്ല തൃപ്തികരമായിട്ടുള്ള സേവനം ഇവിടെ നിന്ന് പകർന്നു കൊടുക്കണം. നെക്സ്റ്റ് എന്താണ്? അഡാപ്റ്റബിലിറ്റി. എന്താണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്? അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റബിലിറ്റി അല്ലെ. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ്. എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ്? ഏബിൾ ടു അഡ്ജസ്റ്റ് അപ്രോച്ച് ടു മീറ്റ് ചേഞ്ചിങ് ഡിമാൻഡ്സ് ആൻഡ് സിറ്റുവേഷൻസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ഡീലിംഗ് വിത്ത് ഡൈവേഴ്സ് പീപ്പിൾ. ഓക്കെ ഓക്കെ, നമ്മള് എല്ലാം അല്ലെ ചുറ്റുപാടിനോട് നമ്മൾ പൊരുത്തപ്പെട്ട് പോകണം അല്ലെ. നമുക്കറിയാം ഡൈവേഴ്സ് പീപ്പിൾസ് ആണ് അല്ലെ, വ്യത്യസ്ത നേച്ചറുള്ള പീപ്പിൾസ് ആണ്. അപ്പൊ അവരെ എല്ലാവരും നമുക്ക് ഡീല് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അവരുടെ ആ നേച്ചർ അനുസരിച്ചിട്ട് തന്നെ നമ്മുടെ ഡിമാൻഡ്. പക്ഷെ നമ്മൾക്ക് എന്താ പറയാ, നമ്മൾ സ്ട്രോങ് ആയിട്ട് ആ റിസപ്ഷനിസ്റ്റ് നല്ല പ്രത്യേക പേഴ്സണാലിറ്റിയുള്ള നേച്ചറുള്ള വ്യക്തിയായിരിക്കും. പക്ഷെ എന്താണ് അവരുടെ മുമ്പിൽ വരുന്ന പേഴ്സണോട് അനുസരിച്ചിട്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ പിടിവാശികളൊക്കെ വിട്ട് അവരോട് ചേർന്ന് തന്നെ പൊരുത്തപ്പെട്ട് തന്നെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് ശ്രമിക്കണം. ചിലപ്പോഴൊക്കെ ദേഷ്യപ്പെടുന്ന ക്യാരക്ടറോട് കൂടിയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് അല്ലെ, കസ്റ്റമർ ആണ് വന്നതെങ്കിൽ വളരെ കാമാൻ ഫൈറ്റോട് കൂടിയിട്ടൊക്കെ ചിലപ്പോൾ അവരെ സമീപിച്ച് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യം ചിലപ്പോൾ നമുക്കറിയാം വളരെ ശാന്തമായിട്ടല്ലേ അവര് പറയുന്നൊന്നും ഇങ്ങനെ മനസ്സിലാകുന്നുണ്ടാവില്ല. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് ചോദിച്ചറിയേണ്ടതുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ദേഷ്യപ്പെടുന്നവര് മാത്രമല്ല വളരെ ചിലപ്പോ ആണെങ്കിൽ അങ്ങനെ മനസ്സിലാവില്ല, അവര് പറയുന്നുണ്ടാവും മനസ്സിലായി. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പൊ എന്താണ് അവരോടും അല്ലെ വളരെ ശാന്തമായി തന്നെ വീണ്ടും വീണ്ടും ചോദിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ക്ഷമ ഈ റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഈ നെക്സ്റ്റ് നോക്കാനുണ്ട്. അഡാപ്റ്റബിലിറ്റി ഒക്കെ ചിലപ്പോഴൊക്കെ ചോദ്യം കണ്ടിട്ടുണ്ട് കേട്ടോ. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റ് അപ്രോച്ച് ആണ്. എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി? എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്? ഒരു ആത്മവിശ്വാസം അല്ലെ, ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന പേഴ്സൺ ആയിരിക്കണം. able to maintain confidentiality and adhere to ethical standards. അതായത് നമുക്കറിയാം ചില എന്ത് പ്രോട്ടോകോൾ ആണെങ്കിലും ഒരു മാന്യമര്യാദ അല്ലെ എല്ലാത്തിനും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഹോസ്പിറ്റലിലെ പ്രോട്ടോകോൾ ഒക്കെ ഉണ്ട്, അത് നമ്മള് അല്ലെ ഒരു റിസപ്ഷനിസ്റ്റ് അത് ഫോളോ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ എന്താണ് ചില നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ചിലപ്പോ ഒരു പേഴ്സൺ ഓഫീസിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് അവിടെ നമ്മൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് വീഴാൻ പോകുന്നു. എന്താണ് ഒരു മാന്യത അനുസരിച്ചിട്ട് അവരുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ റിസപ്ഷനിസ്റ്റോട് ചെന്ന് അദ്ദേഹത്തിനെ പിടിച്ച് അല്ലെ നമ്മുടെ ചെയറിലൊക്കെ ഇരുത്തേണ്ടതാണ്. എന്നുവെച്ചാൽ അതിന്റെ ആ വശത്തിനും ആ ഒരു മൂല്യത്തിനും പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത്. അത് തന്നെയാണ് അവിടെ പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി. അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ നല്ല വ്യക്തിത്വമുള്ള ആളാണ് അല്ലെങ്കിൽ നല്ല മാന്യത പുലർത്തുന്ന വ്യക്തിത്വമാണ് എന്നും കൂടി തോന്നുവാനുള്ള പ്രവർത്തനം കാഴ്ചവെക്കണം. Able to maintain confidentiality and adhere to ethical standards.
ഓക്കെ, ക്ലിയർ ആയോ? വ്യത്യസ്ത പോയിന്റുകളാണ്, ജസ്റ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, വായിക്കേണ്ടവരൊക്കെ ജസ്റ്റ് വായിച്ചിട്ട് ഏതെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമുക്കൊരു ചെറിയ ഭാഗം കൂടി ഇതിൽ എടുക്കാനുള്ളൂ. ഇതാണെന്ന് തന്നെ പറയുന്നുണ്ട്. ഇനി എടുക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് നോക്കാം, ദ മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽ ഇൻക്ലൂഡ്. അതായത് അതിപ്രധാനപ്പെട്ട മറ്റ് സ്കില്ലുകളിൽ പറയുന്ന ഒരു കാര്യമാണ് ടെലിഫോൺ എഡ്യൂക്കേറ്റ്. അതായത് നമ്മളെപ്പോഴും ഫോൺ വിളിക്കുമ്പോഴൊക്കെ അല്ലെ, അവിടെ റിസപ്ഷനിസ്റ്റിന് എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് എപ്പോഴും എൻക്വയറിയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. മിക്കപ്പോഴും ഇപ്പോഴത്തെ കാലത്ത് നേരിട്ട് വന്ന് ചോദിക്കുന്നതിനേക്കാൾ ഉപരി മോസ്റ്റ് യൂസ് ചെയ്യുന്നത് ഫോൺ വഴിയാണ് അല്ലേ? ആണോ? ഫോൺ വഴിയല്ലേ നമ്മൾ എൻക്വയറി വിവരങ്ങളൊക്കെ തിരക്കാറ്. മോസ്റ്റ്ലി ഒരു നമ്പർ എവിടെന്നെങ്കിലും കിട്ടിയാൽ മതി, ആരെങ്കിലും കൈവശം നിന്ന് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മുടേതായ ആവശ്യങ്ങളൊക്കെ ആ ഫോൺ വഴി കൊണ്ട് അല്ലേ, എവിടെ ഇരുന്നാലും നമുക്ക് ഫോണിൽ ബന്ധപ്പെടാം, നമുക്ക് സമയനഷ്ടമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോൺ എപ്പോഴും ഒരു അല്ലെ ഒരു മാധ്യമം ഇത് തന്നെയാണ്. ആ ഒരു രീതി അനുസരിച്ചിട്ടായിരിക്കും എല്ലാവരും എൻക്വയറി നടത്തുന്നത്. അപ്പൊ അവിടെ പാലിക്കേണ്ട മര്യാദകൾക്കും അതുകൊണ്ട് പ്രാധാന്യമുള്ളതാണ്. നോക്കാം, when a patient call in, the way in which the front desk person handle the telephone call determines how the facility is received. അതായത് നമ്മളെപ്പോഴും ഈ ഒരു ഫോൺ കോളുകളൊക്കെ വിളിക്കുമ്പോൾ അത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യണമെന്ന് മോസ്റ്റ്ലി അദ്ദേഹം അറിഞ്ഞിരിക്കണം. കാരണം നമുക്കറിയാം, ചിലപ്പോ അവിടെ നിന്ന് വിളിക്കുന്നവർക്ക് അർജന്റ് ആയിട്ട് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ, ഇന്ന ഡോക്ടർ അവിടെ ഉണ്ടോ, ഒരു ന്യൂറോ സെക്ഷൻ ഡോക്ടർ അവിടെ ഉള്ളതാണോ, അങ്ങനെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രോക്ക് പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ആണെങ്കിൽ അവിടെ ഡോക്ടറിന് അവൈലബിൾ ആണോ എന്ന് അറിയാനൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ചില ഫോണുകൾ അർജന്റലി ആവശ്യമാണ് അല്ലെ, മറുപടികൾ ആവശ്യമാണ്. അപ്പൊ എന്താണ്, തീർച്ചയായിട്ടും അവിടെ നന്നായിട്ട് തന്നെ ആ പേഴ്സൺ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം അല്ലെ. അതിന് കൃത്യമായ ആൻസർ അദ്ദേഹം കൃത്യമായ സമയത്ത് തന്നെ കൊടുക്കണം. when a patient call in, എപ്പോഴാണ് വിളിക്കണമെങ്കിലും അല്ലെ, the way which the front desk person handle the telephone call determines how the facility is received. എന്താണ് അവരെ ആവശ്യപ്പെടുന്ന സൗകര്യം, അത് എന്താണെന്നുള്ളത് അനുസരിച്ചിട്ട് തന്നെ അവർക്ക് മറുപടി കൊടുക്കണം. The medical office receptionist must be a good listener and maintain confidentiality besides having good phone manners. അതായത് നമ്മൾ അല്ലെ റിസപ്ഷനിസ്റ്റ് ഇരിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഇരിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ നല്ല ക്ഷമയോടുകൂടി കേൾക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും അല്ലെ. ചില എന്താണ് പാരന്റ്സ് ഒക്കെ ആയിരിക്കും, അപ്പൊ അവർക്കൊന്നും വ്യക്തമായ രീതിയിലൊന്നും അല്ലെ ചിലപ്പോ ഒറ്റ പ്രാവശ്യം പറയുമ്പോഴൊന്നും മനസ്സിലാവണമെന്നില്ല. ചിലപ്പോഴൊക്കെ നമുക്കറിയാം സ്പീഡിൽ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അല്ലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ വ്യക്തികളും എന്താണ് അവരും ഫോൺ വിളിക്കും. അപ്പൊ അവർക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയണമെന്നുണ്ടാവില്ല, ജസ്റ്റ് കാര്യം അല്ലെ ഇന്ന ഡേറ്റില് ഇന്ന ഡോക്ടർ ഇന്ന സമയം, ഓക്കെ അപ്പൊ ബുക്കിംഗ് അപ്പൊ തന്നെ കഴിഞ്ഞിരിക്കണം, അതല്ലെങ്കിൽ തന്നെ അവർ കട്ട് ചെയ്തിട്ട് ചെറുപ്പം. അങ്ങനത്തെ ഒരു നേച്ചറുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. രണ്ട് രീതിയിലും എന്താണ് അവരെ ലിസൺ ചെയ്യാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വളരെ ശാന്തമായിട്ടുള്ളവരുണ്ടാവും, വളരെ സ്പീഡിലുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ കേൾക്കാനായിട്ട് ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് തയ്യാറായിരിക്കണം. അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ മറുപടി കൊടുക്കാനായിട്ട് അല്ലെ, അവരെ ആത്മവിശ്വാസം ഉണ്ടാകുന്ന തരത്തിൽ തന്നെ മറുപടി കൊടുക്കാനായിട്ട് പര്യാപ്തമായിരിക്കും. അതിൽ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചിലത് ചെയ്യേണ്ടതുണ്ട് അല്ലെ, ഫോൺ വിളിക്കുമ്പോൾ ചില പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്, പാലിക്കേണ്ടതല്ലാത്തതുമായിട്ടുള്ള കാര്യം അവിടെ പാലിക്കേണ്ടത് അല്ലെ, പാലിച്ചു പോകേണ്ടതായിട്ടുള്ള ഡ്രസ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട്. എന്താണ് അതിൽ പറയുന്നത്, സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്ക്. എപ്പോ വിളിച്ചാലും എന്താണ് വളരെ അല്ലെ നല്ല സ്മൈലോട് കൂടിയിട്ട് അല്ലെങ്കിൽ നല്ല സന്തോഷകരമായ രീതിയിൽ തന്നെ തിരിച്ച് മറുപടികൾ പറയാനായിട്ട് തയ്യാറാകണം. സ്പീക്ക് ക്ലിയർലി, എന്താണ് വ്യക്തമായ രീതിയിൽ തന്നെ മറുപടികൾ പറയണം അല്ലെ. നമുക്ക് അവർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള വ്യക്തമായ മറുപടികൾ പറയണം. ദെൻ മേക്ക് ദം വെൽക്കം. നമുക്കറിയാം തീർച്ചയായിട്ടും ഏതോ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചാലും ആദ്യം തന്നെ അവരെന്താ പറയാ, എന്തെങ്കിലും പറയോ? വിളിക്കുമ്പോ തന്നെ അവരെന്താ പറയാ, എന്തെങ്കിലും പറയോ? ഫോൺ നമ്മളെ വിളിക്കുമ്പോ നിങ്ങളൊക്കെ വിളിക്കാറുണ്ടാവും അല്ലേ?
ക്രിയേറ്റ് ചെയ്യും അല്ലെ. ഓക്കെ, ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഇന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അല്ലെ. ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന ഹോസ്പിറ്റൽ, വെൽക്കം ചെയ്യും. അപ്പൊ ആ ഒരു രീതി തന്നെയാണ് ഇവിടെ പറയുന്നത്. അവര് എന്താണ് വെൽക്കം ചെയ്യണം, മേക്ക് ദം വെൽക്കം ചെയ്യണം. അപ്പൊ അതൊക്കെയാണ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. വളരെ സന്തോഷ രീതിയിൽ തന്നെ എന്താണ്, അല്ലെങ്കിൽ എന്താ പറയുക, കണ്ടുപിടിച്ചുകൊണ്ടുള്ള ഉത്തരങ്ങളൊന്നും ആയിരിക്കില്ല. ഹാർഷായിട്ടുള്ള രീതിയിലൊന്നും മറുപടി പറയരുത്. നല്ല പ്രസന്റ് ടോക്കായിരിക്കണം, നല്ല വ്യക്തമായ ഭാഷയിലായിരിക്കണം സംസാരിക്കേണ്ടത്. ഞാൻ മേക്ക് ദം വെൽക്കം, നല്ല എല്ലാവർക്കും തന്നെ വെൽക്കം ചെയ്യണം അല്ലെ, വിളിക്കുന്നവരെ. ഞാൻ വേണ്ടാത്തത് അല്ലെ, അരുതാത്തതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഡിസ്ട്രാക്ട്. എന്താണ് ഡിസ്ട്രാക്ട് എന്ന് പറയുന്നത്? പെട്ടെന്ന് പെട്ടെന്ന് ഫോൺ എടുക്കുമ്പോൾ തന്നെ സംഭ്രമിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ആവരുത്. ഫോൺ എടുക്കുമ്പോൾ കാമാൻ ക്വയറ്റോട് കൂടിയിട്ട് അവരെ കേട്ടിട്ട് മറുപടി പറയണം അല്ലെ. അത് സമ്മർദ്ദപ്പെടുത്തുന്നതാവുമ്പോ എന്താണ്, അവർക്കും ഒന്ന് വ്യക്തമായ രീതിയിൽ ഒന്നും ആവരുത്. ഷൗട്ട് ഓർ വിസ്പർ എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് സൗണ്ടും കൂട്ടി വർത്താൻ പറയാൻ പാടില്ല. അതേമാതിരി കുശിക്കുന്ന മാത്രം അല്ലെ, ഒരു സൗണ്ട് ഇല്ലാത്ത രീതിയിലും അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല. വ്യക്തമായ ഭാഷയിലായിരിക്കണം മറുപടി കൊടുക്കേണ്ടത്. ഒരുപാട് ഒച്ച വെച്ചും കൊണ്ട് മറുപടി കൊടുക്കരുത്, എന്നാൽ ഒച്ച കുറച്ച് കുശിക്കുന്ന രീതിയിലൊന്നും മറുപടി കൊടുക്കാൻ പാടില്ല. then holder for too long അല്ലെ. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഇങ്ങനെ ഫോൺ റിസീവറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ ആവശ്യങ്ങൾ ചിലപ്പോൾ നിറവേറ്റാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ പാടില്ലാത്തതാണ്. ഹോൾഡ് ഫോർ ടു ലോങ്, നീണ്ട സമയം ഫോണ് ഹാൻഡിൽ ചെയ്ത് വെക്കാനായിട്ട് പാടുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പഠിക്കോ അങ്ങനെ. ഓക്കെ, അപ്പൊ ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മുടെ ഫ്രണ്ട് ഓഫീസ് ഇതോടുകൂടി തീരെയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ, എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എവിടെയെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ആണോ? ഏതെങ്കിലും ഭാഗത്ത് ക്ലിയർ ആവാത്ത ഭാഗമുണ്ടോ? ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഫ്രണ്ട് ഓഫീസ് കഴിഞ്ഞ് നമുക്ക് ഇനി നെക്സ്റ്റ് ഓപ്പറേഷൻ തിയേറ്റർ ആണ്. എല്ലാവരും എടുക്കാം. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിൽ കേൾക്കുമ്പോ തന്നെ പേടിയാവുന്നുണ്ടോ? ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പോയവരുണ്ടാവും അല്ലേ? ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പോയവരുണ്ടോ നമ്മുടെ കൂട്ടത്തിലൊക്കെ? ഓക്കെ, ഉള്ളവരാണ് അല്ലെ. നാച്ചുറലി നമുക്കൊക്കെ ചിലപ്പോഴൊക്കെ അസുഖങ്ങളൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിനൊക്കെ അല്ലെ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് പേരുണ്ട്, ഇല്ലാന്നുള്ളവരും ഉണ്ട്. എന്തായാലും അല്ലെ ചാപ്റ്ററിന്റെ നമ്പറൊക്കെ നിങ്ങളൊന്ന് ഇതിനകത്തുള്ളത് ചിലപ്പോ ആവണമെന്നില്ല കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഇതിലെ ചാപ്റ്റർ തന്നെ ആവണമെന്നില്ല. പേജൊക്കെ ഒന്ന് ഇല്ലാത്തവരുണ്ട്. ചാപ്റ്റർ 12 എന്ന് പറയുന്നുണ്ട്. എന്തായാലും പേര് മാത്രം ശ്രദ്ധിക്കാം, ഓപ്പറേഷൻ തിയേറ്റർ.
ഓക്കെ, അപ്പൊ നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിൽ പോയവർക്ക് അറിയാം ആ ഒരു അല്ലെ ഫീലിങ്സ്, അവർക്ക് ആ ഒരു സമയം അത് എങ്ങനെയാ അഭിമുഖീകരിച്ചെന്നൊക്കെ ഉള്ളത് അറിയാം. അല്ലെ, അവിടെയുള്ള പ്രത്യേകമായിട്ട് എന്താണ് അവിടെ ഫീൽ ചെയ്തത് ആർക്കെങ്കിലും അറിയാമോ? ഓപ്പറേഷൻ തിയേറ്റർ എങ്ങനെയായിരുന്നു, അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു? ചൂടായിരുന്നോ തണുപ്പായിരുന്നോ? മാസ്ക് ഒക്കെ വെച്ചിട്ടൊക്കെയാണ് പോയത്. പിന്നെ കോൾഡായിരുന്നു അല്ലെ, തണുപ്പായിരുന്നു, എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂമാണ്. ഓക്കെ, ഫുൾ എ സി ആണ്. ഓക്കെ, അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫുൾ എ സി ആയിട്ടാണ് ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ സജ്ജീകരിക്കുന്നത് അല്ലെ. ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഡാർക്ക് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെയായിരുന്നു. അവൻ കൂളാണ്, ഫുൾ എ സി ആണ്. പക്ഷെ എന്താ പറയുക, സൈലന്റ് പ്ലേസ് ആണ് അല്ലെ. അങ്ങനത്തെ ഒരു നേച്ചർ. സ്പെഷ്യൽ കോഴ്സ് ഒക്കെ ഇട്ടിട്ടാണ് മെഡിക്കൽ സ്റ്റാഫുകളൊക്കെ വന്നത്. സർജിക്കൽ എക്യുപ്മെന്റ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. സൈലന്റ് ആണ്. ഓക്കെ, നമുക്കറിയാം അവിടെ ഒരു പ്രത്യേക അല്ലെ പ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ട് സൈലന്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തില് അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫ് ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രസവത്തിനെ കേട്ടില്ല അല്ലെ. ചിലപ്പോൾ എന്തെങ്കിലും ഡയഗ്നോസിസിന് വേണ്ടിയിട്ടായിരിക്കും, എന്തെങ്കിലും രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് ആ ഭാഗം അല്ലെ അത് നോക്കിയിട്ടായിരിക്കും അതിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ സെക്കൻഡ് എടുത്തിട്ടൊക്കെ എന്താണ് ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ അയച്ചിട്ടായിരിക്കും റിസൾട്ട് കണ്ടുപിടിക്കുന്നത്. ചിലപ്പോൾ നമുക്കറിയാം ഡെലിവറി അല്ലെ, നമുക്കറിയാം സിസേറിയനായിട്ട് കുട്ടികളുടെ ബർത്തുമായിട്ടൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും അല്ലെ എടുത്തു മാറ്റാനായിട്ട് എന്തെങ്കിലും അണുബാധയുള്ള ഭാഗങ്ങള് കുറിച്ച് മാറ്റാനൊക്കെ ആയിട്ട് ഉണ്ടാവും. അതേമാതിരി തന്നെ എന്തെങ്കിലും മുഴകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും ടെസ്റ്റിന് കാര്യത്തിലൊക്കെ വിധേയമാക്കാനൊക്കെ ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കേട്ടാറുണ്ട് അല്ലെ. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഇൻ കേസ് ആക്സിഡന്റ് സംഭവങ്ങളൊക്കെ വരുമ്പോഴും നമുക്കറിയാം ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മള് അതേപോലെ തന്നെ ആക്സിഡന്റ് കേസുകളൊക്കെ വരുമ്പോഴും ചിലപ്പോ അല്ലെ അതിലേക്ക് എന്തെങ്കിലും മുറിവുകളൊക്കെ കൂടുതലൊക്കെ ആയി വരുമ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ടിയിട്ട് അതിന്റെ സർജറി ഒക്കെ നടത്തി അതിനെ യോജിപ്പിച്ചൊക്കെ കൊണ്ടുപോകാറുണ്ട് അല്ലെ. അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫംഗ്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് സൈലന്റ് ആയിട്ട് ഒരുപാട് അല്ലെ സർജിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ ഉണ്ടാവും. അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ പ്രത്യേകം ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ടായിരിക്കും അവിടെ ഉണ്ടാവുക. പിന്നെ എന്താണ് കോൾഡ് ആയിട്ടുള്ള അല്ലെ നല്ല തണുപ്പായിട്ടുള്ള അന്തരീക്ഷമാണ്. അങ്ങനെയൊക്കെ അല്ലെ സൈലന്റ് ആയിട്ട് പ്രത്യേകമായിട്ടുള്ള സ്ഥലമൊക്കെയാണ്. ഇനി നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് an operation theater is a place where certain intrusive surgical procedures which means operations that involve cutting into and working inside a patient's body take place. അതായത് നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ഇൻട്രൂസീവ് സർജറി എന്ന് പറഞ്ഞാൽ നുഴഞ്ഞു കയറി അല്ലെ കത്തി ചില അല്ലെ സിസേഴ്സ് കത്തിയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടാണ് ആ ഒരു പ്രവർത്തനം നടത്തുന്നത് അല്ലെ. നാച്ചുറലി നമ്മുടെ ശരീരത്തില് അങ്ങനെ കയറേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തോ സംതിങ് എന്തെങ്കിലും രോഗനിർണയം നടത്താനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ നുഴഞ്ഞു കയറ്റം വരികയാണ് അവിടെ ചെയ്യുന്നത്. അതാണ് ഇൻട്രൂസീവ് സർജിക്കൽ എന്ന് പറയുന്നത്. An operation theater is a place where certain intrusive surgical procedures which means operations അല്ലെ അങ്ങനെ നുഴഞ്ഞു കയറി നടത്തുന്ന പ്രവർത്തനത്തിന് പറയുന്നതാണ് ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെ. That involve cutting into and working inside a patient's body take place. അതായത് അവിടെ എന്താണ് കട്ടിങ്ങും അല്ലെങ്കിൽ എന്താണ് ബോഡിയുടെ ഏതെങ്കിലും പാർട്ടൊക്കെ എടുത്തു മാറ്റുന്ന പ്രവർത്തനങ്ങളൊക്കെയാണ് ആ ഒരു പ്രവർത്തനത്തിൽ ഓപ്പറേഷൻ എന്ന പ്രവർത്തനത്തിൽ നടക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോയിന്റ് ഒക്കെ തന്നെയാണ് അല്ലേ. ആണോ? ഓപ്പറേഷൻ തിയേറ്ററിൽ അതല്ലേ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസിലേക്ക് നോക്കാം. This may contain either minimally invasive procedure such as keyhole surgery where cameras and laparoscope are inserted through small incision, or open surgery where surgeon make larger cuts to reach the internal organs. അതായത് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള സർജറികളുണ്ട് ഇല്ലേ. ഏതൊക്കെ തരത്തിലുള്ള സർജറികളാണ് ഉള്ളത്? നാച്ചുറലി നമുക്ക് അറിയാവുന്ന സർജറികൾ ഏതൊക്കെയാണെന്ന് പറയാമോ? നിങ്ങളൊന്ന് മെസ്സേജ് അയച്ച് ഏതൊക്കെ തരത്തിലുള്ള സർജറികളുണ്ട്? കീഹോൾ സർജറി ഉണ്ട്, ഇപ്പൊ പെട്ടെന്ന് ഉള്ള ഓപ്പൺ സർജറി ഉണ്ട്,
ഓപ്പൺ സർജറി ഉണ്ട്, കീബോർഡ് സർജറി ഉണ്ട്, താക്കോൽദ്വാര ശസ്ത്രക്രിയ കേട്ടിട്ടുണ്ട്, താക്കോൽദ്വാര ശസ്ത്രക്രിയ, അതേമാതിരി തന്നെ കീബോർഡ് സർജറി അല്ലെ. അതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ലാപ്രോസ്കോപ്പി അല്ലെ. ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത് താക്കോൽദ്വാര ശസ്ത്രക്രിയ. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള സർജറികളാണ്. ഈ റോബോട്ടിക് അസിസ്റ്റഡ് സർജറികളൊക്കെ ഈ കാലഘട്ടത്തിൽ വീണ്ടും പുതിയ പുതിയ സർജറി ഉണ്ട്. റോബോട്ട് അസിസ്റ്റഡ് സർജറി ഉണ്ട് അല്ലെ. കേട്ടിട്ടുണ്ട് ആരെങ്കിലും? ഉണ്ട്. ഇത്തിരി കൂടി ഫിനാൻഷ്യലി ഉള്ളതാന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും അതിന്റെയും കൂടി സർജറിയൊക്കെ ഈ കാലഘട്ടത്തിൽ ഉള്ളതാണ്. അപ്പൊ അത്തരത്തില് വ്യത്യസ്ത തരത്തിലുള്ള സർജറികൾ ഈ കാലഘട്ടത്തിലുണ്ട്. ദിസ് മീ കണ്ടെയ്ൻ ഏത് മിനിമലി ഇൻവസീവ് പ്രൊസീജിയർ അല്ലെ. അവിടെ എന്താ പ്രധാനമായിട്ടും പറയുന്നത്? ചെറിയ തരത്തിലുള്ള മുറിവുകൾ അല്ലെ. ഇൻവസീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ മുറിവുകൾ ഉണ്ടാക്കുന്ന ഓപ്പൺ സർജറി പോലത്തെ ഉണ്ട്. ചെറിയ മുറിവുകൾ ഉണ്ടാക്കി ഈ ഹോള് അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി പോലെയുള്ള ശസ്ത്രക്രിയക്കൊക്കെ ചെറിയ മുറിവുകളുണ്ട് അല്ലെ. അത്തരത്തിലുള്ള രീതികളിലും ഈ പ്രൊസീജിയർ നടത്തുന്നുണ്ട്. keyhole surgery, where cameras and laparoscope are inserted through small incision അല്ലെ. ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ക്യാമറകളെല്ലാം കടത്തി വിട്ടിട്ടാണ് നമുക്കറിയാം അവിടുത്തെ എന്താണ് പ്രവർത്തനം എന്നുള്ളത് അനുസരിച്ചിട്ട് തന്നെയാണ് ആ സർജറികളൊക്കെ നടത്തുന്നത്. Then or open surgery where surgeons make larger cuts to reach the internal organs. അവിടെ നമുക്കറിയാം ഓപ്പൺ സർജറി ആണെങ്കിൽ അല്ലെ, പണ്ട് കാലത്തൊക്കെ ഓപ്പൺ സർജറി അല്ലെ, ഇപ്പൊ വലിയ മുറിവാണ്, ലാർജർ കട്ടാണ് വരുന്നത്. ഞാൻ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ നോക്കി കണ്ടാണ് അവര് മുറിവുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. റോബോട്ട് അസിസ്റ്റഡ് സർജറി അലൗസ് സർജൻസ് ടു പെർഫോം സർട്ടൻ പ്രൊസീജിയേഴ്സ് ത്രൂ സ്മോൾ ഇൻസിഷൻ. ഇവിടെ ചെറിയ മുറിവുകളിൽ കൂടി തന്നെയാണ് റോബോട്ട് അസിസ്റ്റഡ് സർജനും പണി കൂടുതലാണ്. ഓപ്പൺ സർജറിക്ക് അതിനൊക്കെ പണിയും കൂടുതലാണ്. നമുക്കറിയാം ഓപ്പൺ സർജറിക്ക് ആണെങ്കിൽ റെസ്റ്റ് ടൈമിന് മറ്റും കൂടുതൽ ആവശ്യമാണ് അല്ലെ. അത് മാത്രമല്ല അതിൻ്റെതായ കുറെ കാര്യങ്ങളും കൂടിയുണ്ട്. ഇപ്പൊ സ്മോൾ ഇൻസിഷനിലൂടെയൊക്കെ റോബോട്ട് അസിസ്റ്റഡ് സർജറിയും കൂടിയൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നു. ഓപ്പറേഷൻ തിയേറ്റർ ഈസ് അതർവൈസ് നോൺ ആസ് OR. എന്താണ്? ഓപ്പറേറ്റിംഗ് റൂം. ഓപ്പറേഷൻ തിയേറ്ററിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. അതായതാണ് OR. റെപ്രസെന്റ് ചെയ്ത് ചിലപ്പോഴൊക്കെ ചോദ്യം കാണാറുണ്ട് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിന് OT എന്ന് റെപ്രസെന്റ് ചെയ്യും, then OR എന്നും റെപ്രസെന്റ് ചെയ്യും. OR എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് റൂംസ്. അത് രണ്ടും ഓർത്ത് വെച്ചേക്കാം. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള സർജറി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ചെറിയ ചെറിയ മുറിവുകളാണെങ്കിൽ കീഹോള് അല്ലെങ്കിൽ റോബോട്ട് അസിസ്റ്റഡ് ഒക്കെ പോലെയുള്ള സർജറികളാണ്. വലിയ മുറിവുകളുള്ള സർജറി ആണെങ്കിൽ അത് ഓപ്പൺ സർജറിയാണ്. പിന്നെ എന്താണ് അവിടെ അല്ലെ, ആ ഒരു പ്രധാനപ്പെട്ട എന്താണ് എന്തെങ്കിലും പ്രവർത്തനം, ഡയഗ്നോസ്റ്റിക് പ്രവർത്തനമോ അല്ലെങ്കിൽ കട്ടിംഗ് പ്രവർത്തനമോ അല്ലെങ്കിൽ ഓർഗൻ മാറ്റിവെക്കുന്ന പ്രവർത്തനമോ അതൊക്കെയാണ് സാധാരണയായിട്ട് ഓപ്പറേഷനോട് കൂടിയിട്ട് നടത്തപ്പെടാറുള്ളത്. അത്തരം കാര്യമാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. ോ ക്ലിയറായോ ഫസ്റ്റ് പാരഗ്രാഫ്? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. എന്താണ് ഓപ്പറേറ്റിംഗ് റൂം എൻവയൺമെന്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അവിടുത്തെ എൻവയൺമെന്റ് എന്താണ് അല്ലെ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ പറഞ്ഞു എന്താണ് വളരെ കാമായിരിക്കും, നല്ല കോൾഡ് ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കും, ഒക്കെ ഉള്ള കാര്യം പറഞ്ഞത് അല്ലെ. ഓപ്പറേറ്റിംഗ് റൂംസ് ആണ് ജേം ഫ്രീ എൻവയൺമെന്റ്. അവിടെ എന്താണ് അണുക്കളില്ലാത്ത അല്ലെ, ജേം ഫ്രീ ആയിട്ടുള്ള എൻവയൺമെന്റ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഓൾ പേഴ്സണൽ ഷുഡ് വെയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്ത് നെയ്മഡ് സ്ക്രബ്സ്. അതായത് അവിടെയുള്ള എല്ലാവരും തന്നെ എന്താണ് ആ ഒരു ഡ്രസ്സിങ് അല്ലെ, ഡ്രസ്സിങ് എന്താണോ പാനല് ആ ഒരു പാനലിന് അനുസരിച്ചിട്ടായിരിക്കും അവിടെ വരുന്നത് അല്ലെ. സ്ക്രബ്സ് എന്നാണ് ആ വസ്ത്രധാരണത്തിനെ പറയുന്നത്. എന്താണ് അത്തരത്തിലുള്ള വസ്ത്രങ്ങളെ കുറിച്ചിട്ട് അറിയാമോ? അവര് എന്തൊക്കെ ധരിച്ചിട്ടുണ്ടാവും? തിയേറ്ററിൽ കയറിയവർക്കൊക്കെ അറിയാൻ പറ്റും. ഇതൊക്കെ മാസ്ക് ധരിച്ചിട്ടുണ്ട്, ഗൗൺ ധരിച്ചിട്ടുണ്ടാവും, ഗ്ലൗസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ അല്ലെ. ക്യാപ്പൊക്കെ ധരിച്ച് ഷീൽഡ് കാര്യങ്ങളൊക്കെ ധരിച്ചിട്ട് ക്യാപ്പ് ധരിച്ച് മാസ്ക് ധരിച്ച് അതിന്റെ അല്ലെ പ്രത്യേക ഗൗൺ ധരിച്ച് ഗ്ലൗസ് ഒക്കെ ധരിച്ചിട്ടായിരിക്കും അവിടെയുള്ള സ്റ്റാഫുകൾ വരിക. നമുക്കറിയാം പേഷ്യന്റിനെ ആണെങ്കിലും പ്രത്യേകം ഗൗണൊക്കെ ധരിപ്പിച്ചിട്ടാണ് കയറ്റുക.
അല്ലെ? ശരിയല്ലേ? അപ്പൊ അത് തന്നെയാണ് അവിടെ പറയുന്നത്. ഓൾ പേഴ്സൺ ഷുഡ് വെയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നെയ്മഡ് സ്ക്രബ്സ്. അതിന് കോമൺലി പറയുന്നതാണ് കേട്ടോ സ്ക്രബ്സ് എന്നുള്ളത്. Then as well as the shoe covers, mask, caps, eye shields and other coverings to prevent the spread of germs. നിങ്ങൾ പറഞ്ഞ എല്ലാ പോയിന്റ്സ് അവിടെ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ധരിക്കുന്നത്? പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജേംസ്. അതായത് അണുക്കള് അല്ലെ അത് നമുക്ക് അല്ലെ എല്ലാവർക്കും വ്യാപിക്കാതിരിക്കാൻ വേണ്ടി. നമുക്കറിയാം നാച്ചുറലി എല്ലാവരുടെയും കയ്യിൽ കുറച്ച് സൂക്ഷ്മാണുക്കളൊക്കെ അല്ലെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ എടുത്തു വരാം. സൂക്ഷ്മ ഇതുകൾ ഉണ്ടാവാം അല്ലെ, അണുക്കൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അണുക്കള് എന്താണ് സ്പ്രെഡ് ആവാതിരിക്കുന്നതിന് ഒരു പ്രിവെൻഷൻ അല്ലെ ഒരു മുൻകരുതലായിട്ടാണ് ഇത്തരത്തിലുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നത്. എന്താ ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി ലൂമിനിയസ്. എന്താണ് ലൂമിനിയസ് എന്ന് പറയുന്നത്? നല്ല വെളിച്ചം. അവിടെ ഉദ്ദേശിക്കുന്നത് ലൂമിനിയസ്. നമുക്കറിയാം അവിടെ ഓപ്പറേഷൻ നടത്തുകയാണ് അല്ലെ, അവിടെ എല്ലാം തന്നെ വ്യക്തമായിട്ട് കാണണം അല്ലെ. അതുകൊണ്ട് ഒരു ലൂമിനിയസ് അവിടെ എല്ലാം നല്ല പ്രകാശപൂർണമായിരിക്കണം. ആ സ്ഥലമൊക്കെ എന്തായാലും ഓപ്പറേഷൻ ടേബിളിലൊക്കെ എടുത്ത് പ്രത്യേകം ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ടാവും. അപ്പൊ ലൂമിനിയസ് എന്ന് പറയുന്നത് ഷുഡ് ബി ലൂമിനിയസ്, പ്രകാശം ഉൾക്കൊള്ളുന്നതായിരിക്കണം. ആൻഡ് ദ ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ. എന്താണ് ടെമ്പറേച്ചർ? എപ്പോഴും എന്തായിരിക്കും? വെരി കൂൾ ആയിരിക്കും. ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി എയർ കണ്ടീഷൻഡ് ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. അത് എപ്പോഴും എന്താണ് ഇങ്ങനെ എയർ കണ്ടീഷൻഡ് ആയിരിക്കണം എന്ന് പറയുന്നത്? നമ്മുടെ അണുക്കൾ അല്ലെ ആ ഇൻഫെക്ഷൻസ് അണുബാധയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അണുക്കളിൽ നിന്നും എന്താണ് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അണുക്കൾ വളരരുത് അല്ലെ. നമ്മൾ എന്തെല്ലാം ഫ്രിഡ്ജിൽ കുറെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് സൂക്ഷിച്ചു വെക്കുന്നത്, അവിടെയൊന്നും ബാക്ടീരിയ ഒന്നും ഫോം ചെയ്യരുത് അല്ലെ, വളരരുത് എന്ന് ഓർത്തിട്ടാണ് നമ്മൾ പുറത്തിരുന്ന് കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ കേടായി പോകും ഇല്ലേ? അതുകൊണ്ടല്ലേ ഫ്രിഡ്ജിൽ കയറ്റുന്നത് ആണോ? അതെ. അപ്പൊ എന്ന് പറഞ്ഞ അത് എന്താണ് അവിടെ അണുക്കൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിന് വളർച്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എയർ കണ്ടീഷൻഡ് ആയിട്ട് തന്നെ എന്താണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂം നിലനിർത്തുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് ഓപ്പറേറ്റിംഗ് റൂമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓപ്പറേറ്റിംഗ് റൂമിൽ എന്താണ് പ്രധാനമായിട്ടും നല്ല ഒരു അല്ലെ ആ പ്ലേസ് എപ്പോഴും കാമൻ ക്വയറ്റ് ആയിട്ടും അതേമാതിരി തന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് കൂളായിരിക്കും. എന്താണ് അവിടെ എല്ലാവരും പ്രത്യേക വസ്ത്രധാരണം ധരിച്ചിട്ടായിരിക്കും അവിടെ കൈകാര്യം ചെയ്യേണ്ടത്. നല്ല വെളിച്ചമുള്ള പ്ലേസ് ആയിരിക്കണം. ഓക്കെ, നേരല്ലേ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണ്. എന്താണ് ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്? An operating room has a special equipment like respiratory and cardiac support, emergency resuscitative device, patient monitors and diagnostic tools, etc. നമ്മൾ നേരത്തെ പറഞ്ഞു എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ സജ്ജീകൃതമായിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. എന്തുകൊണ്ടാണ് അവിടെ എക്യുപ്മെന്റ്സ് ഒക്കെ സജ്ജീകൃതമായിരിക്കണം എന്ന് പറയുന്നത്? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്തെങ്കിലും പ്രത്യേക സ്ഥലമാണോ അത്? അത് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരാനായിട്ടുള്ള സാധ്യതയുള്ള പ്ലേസ് ആണ് അല്ലെ. നമ്മളിങ്ങനെ എന്തെങ്കിലും സർജറി പ്രോസസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എന്താണ് ചിലപ്പോ ജീവന്റെ അപകട ഭീഷണിയുള്ള പ്ലേസ് ആണ് അല്ലെ. റെസിസ്റ്റേറ്റീവ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ പുനരുജ്ജീവന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അല്ലെ. നമ്മളിപ്പോ CPR കൊടുക്കുന്ന ഓപ്പറേഷൻ ടൈമിലൊക്കെ എടുക്കാൻ പറ്റില്ല അല്ലെ. ഓപ്പറേഷൻ ടൈമിൽ ചിലപ്പോ നമുക്ക് ഈ എക്യുപ്മെന്റ്സ് ഒന്നും തപ്പിയെടുക്കാനൊന്നും പറ്റില്ല. കാരണം അവിടെ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എക്യുപ്മെന്റ്സ് എല്ലാം അവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ. പെട്ടെന്ന് തന്നെ ഒരു ബ്ലീഡിങ് വരാണ്, അപ്പൊ അതിനെ പറ്റിയൊരു ഡയഗ്രാമി പോലത്തെ മെഷീൻ. ഓക്കെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് തന്നെ അല്ലെ നമുക്ക് സഡൻലി നമുക്ക് ആക്ട് ചെയ്യണം. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം അല്ലെ എന്തെങ്കിലും ശ്വാസം എടുക്കാൻ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഡിഫിബ്രിലേറ്റർ പോലെയുള്ള എക്യുപ്മെന്റ് നമുക്കറിയാം അല്ലെ. ശ്വാസം നമ്മുടെ CPR കൊടുക്കുന്ന മാതിരി തന്നെ അതിന്റെ മെഷീന്റെ സഹായത്തോട് കൂടി കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ പഠിക്കാറുണ്ട് കേട്ടോ. ഏതൊക്കെ ഇതിലാണെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഈ മെഷീനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു പോകും. എക്യുപ്മെന്റ്സിൽ നമുക്ക് പറയുന്ന പാഠമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു പോവാം. അപ്പൊ എന്താണ് ഇങ്ങനെ എന്തെങ്കിലും അല്ലെ പെട്ടെന്ന് നമ്മുടെ ശ്വാസം തടസ്സം അനുഭവപ്പെടുന്ന സമയത്തൊക്കെയാണ് ഡിഫിബ്രിലേറ്റർ ഉപയോഗിക്കുന്നത്. അതേമാതിരി തന്നെ ഹയർ ബ്ലീഡിങ് വരികയാണെങ്കിൽ ഡയറ്റർമി പോലെയുള്ള മെഷീൻ ഉണ്ട്.
അതായത് ബ്ലഡിന്റെ ഫ്ലോ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടുള്ളത്. അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ മസ്റ്റ് ആയിട്ടും എവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം? നമ്മുടെ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം? ഓക്കെ, ഓപ്പറേഷൻ റൂമിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ റെസ്പിറേറ്ററി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട അവസ്ഥ. ഓക്കെ, എന്താണ് കാർഡിയക് സപ്പോർട്ട്? നമ്മുടെ ഹേർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സപ്പോർട്ട് അല്ലെ, അത് ഓക്സിജൻ ഒക്കെ കൃത്യമായിട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ളത് ഓക്സിമീറ്റർ ഒക്കെ ഉണ്ട്. കാർഡിയക് സപ്പോർട്ട് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. എമർജൻസി റെസിസ്റ്റീവ് ഡിവൈസ് എന്ന് പറയുന്നത് ഒരു ജീവനുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളാണ്. അതിൽ പെടുന്നതാണ് എന്താണ് ഡിഫിബ്രിലേറ്റർ പോലെയുള്ള മെഷീനുകൾ. പേഷ്യന്റ് മോണിറ്റേഴ്സ് നമുക്ക് എപ്പോഴും മോണിറ്റർ ചെയ്യും അല്ലെ, ഹേർട്ടൊക്കെ ഇങ്ങനെ കിക്കി എന്നൊക്കെ സൗണ്ട് കേൾക്കും അല്ലെ. അത് ഫ്ലോ ഓക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നും കാണില്ലാതെ നോർമലി ആയിട്ട് പോകും. അതല്ലെങ്കിൽ ആ ഒരു വോയിസ് അല്ലെ, ആ വോയിസ് തന്നെ കേൾക്കുമ്പോൾ തന്നെ അവിടെയുള്ളവർക്ക് ഡോക്ടേഴ്സിനും നഴ്സിനൊക്കെ മനസ്സിലാവും ഇവർക്ക് പ്രഷറിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള എന്താണ് എക്യുപ്മെന്റ്സ് അവര് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ആൻഡ് ഡയഗ്നോസ്റ്റിക് ടൂൾസ് നമുക്കറിയാം, ചില രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ള ടൂൾസുകൾ അല്ലെ, ചില ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എക്സ്റേ എടുക്കണമെന്നൊക്കെ പറയും അല്ലെ. അപ്പൊ എന്ന് വെച്ചാൽ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴാണ് അവിടുത്തെ എന്തെങ്കിലും രോഗനിർണയത്തിന് ആവശ്യമായിട്ടുള്ള എക്സ്റേ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അത് രോഗനിർണയത്തിന് വേണ്ടിയിട്ടാണ്, തീർച്ചയായിട്ടും എന്ത് രോഗമാണ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള ടൂൾസുകളും ഓപ്പറേറ്റിംഗ് റൂമിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, ഇതാണ് ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ് എന്നുള്ളതിൽ പറയുന്നത്. ക്ലിയർ ആണോ? ാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ഭാഗത്തോടെ പോകാലോ. വായിച്ചു നോക്കണോ? ഏതെങ്കിലൊക്കെ ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാലേ. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. Some of the staff who work in the operating theater consist of the following. കുറച്ച് പേര് അല്ലെ, നമ്മൾ കണ്ടായിരുന്നു, കുറച്ച് എക്യുപ്മെന്റ്സ് വേണം എന്നുള്ള കാര്യം കണ്ടു, നമ്മുടെ അവിടുത്തെ എൻവയോൺമെന്റിനെ കുറിച്ച് കണ്ടു. ഇനി ഇതിൽ പറയുന്നത് ഏതൊക്കെ തരത്തിലുള്ള സ്റ്റാഫുകളാണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത് അല്ലെ, ഓപ്പറേറ്റിംഗ് റൂമിൽ ആരൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്? ആരൊക്കെയായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്? ഓപ്പറേറ്റിംഗ് റൂമിൽ ഏതൊക്കെ സ്റ്റാഫ് ആയിരിക്കും ഉണ്ടായിരിക്കേണ്ടത്? സർജൻ വേണം, ഓപ്പറേഷൻ ചെയ്യാനുള്ള ഡോക്ടർ അല്ലെ, സർജൻ വേണം അല്ലെ. അവരെ അസിസ്റ്റ് ചെയ്യാനൊക്കെ ആരെങ്കിലും വേണം, നഴ്സുമാർ വേണം, അനസ്തേഷ്യ അത് നമുക്കറിയാം ബോധം കെടുത്താനുള്ള വ്യക്തി വേണം, പേഷ്യന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു ചില ഡയഗ്നോസ്റ്റിക് കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു എക്സ്റേ ഒക്കെ എടുക്കണമെങ്കിൽ അവിടെ ആരാ വേണ്ടത്? ആരെങ്കിലും വേണം, പാരാമെഡിക്കൽ സ്റ്റാഫ് വേണം, സപ്പോർട്ടീവ് വർക്കേഴ്സ്. ഓക്കെ, പിന്നെ ആരെങ്കിലും എക്സ്റേ ഒക്കെ എടുക്കണമെങ്കിൽ എക്സ്റേ ടെക്നീഷ്യൻസ് അപ്പൊ ഓക്കെ, റേഡിയോഗ്രാഫേഴ്സ് വേണം. അതിന് നമ്മൾ മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ, നമ്മുടെ ഹേർട്ടിന്റെ റേഡിയോഗ്രാഫേഴ്സ്. ഓക്കെ, ഹേർട്ടിന്റെ നമ്മുടെ ഇതുകളൊക്കെ മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ, ECGയും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനൊക്കെ ആയിട്ട് അതിന്റെ ടെക്നീഷ്യൻസും വേണ്ടേ, വേണ്ടി വരില്ലേ? കാർഡിയോഗ്രാഫേഴ്സ് അല്ലെ, അത്തരത്തിലുള്ള വ്യക്തികളും വേണ്ടി വരും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. സർജൻ ഹു പെർഫോം ദ ഓപ്പറേഷൻ, ഓപ്പറേഷൻ നടത്താനായിട്ടുള്ള സർജൻ വേണം. Then anesthetic who give anesthetics to restrain pain both before and during the operation. നമുക്കറിയാം അല്ലെ, ഓപ്പറേഷന് തൊട്ട് മുമ്പ് തന്നെ അവർ ബോധരഹിതമായിട്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത് അല്ലെ. ഓപ്പറേഷന് തൊട്ട് മുമ്പും ഓപ്പറേഷനിലെ സമയത്തും പിന്നീട് കുറച്ചു നേരത്തേക്കും ഒക്കെ എന്താണ് നമുക്ക് ബോധരഹിതമായിട്ടുള്ള അവസ്ഥ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അതിനാവശ്യമായിട്ടുള്ള അനസ്തേഷ്യ മെഡിസിൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള അനസ്തെറ്റിക്സ് അവിടെ ഉണ്ടായിരിക്കണം. Then എന്താണ് തിയേറ്റർ nurses who take care of a patient throughout all 4 stages of the operation. ഇവിടെ എന്താണ് 4 stages എന്ന് പറയുന്നത്? തിയേറ്റർ നഴ്സ് അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. അവിടെ വീണ്ടും എടുത്ത് പറയുന്നത് 4 stages of the operation.
അതായത് നമുക്ക് ഓപ്പറേഷൻ റൂമിലേക്ക് കയറ്റുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നഴ്സ് അല്ലെ നമുക്ക് അഡ്വൈസ് ആയിട്ട് പറയില്ലേ? ഡ്രസ് ധരിക്കണം, മുടി ഇങ്ങനെ കെട്ടണം, ജനറേറ്റേഴ്സ് ഒക്കെ ഊരി വെക്കണം, എല്ലാം പറഞ്ഞു തരുന്ന നഴ്സുമാരാണ് അല്ലേ? ആണോ? അതെ, BP നോക്കണം. ഓക്കെ, അവരൊക്കെ അപ്പൊ ഓപ്പറേഷന് മുമ്പ് അവരൊരു ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അല്ലെ? നഴ്സുമാരുടെ ഡ്യൂട്ടി ചെയ്യുന്നു. പിന്നെ ഓപ്പറേഷന്റെ സമയത്തും നഴ്സുമാർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ഉണ്ടോ? ഇല്ലേ? ഇപ്പൊ 2 സമയമായി. ഓപ്പറേഷന് മുമ്പ്, ദെൻ ഓപ്പറേഷന്റെ സമയത്ത്, ദെൻ ഓപ്പറേഷന് ശേഷം അവർ ഒബ്സർവേഷനും കാര്യങ്ങൾക്ക് അല്ലെ? ബ്ലീഡിങ് ഉണ്ടോ, അല്ലെങ്കിൽ കോൺഷ്യസ് ആയി വരുന്നുണ്ടോ, ബോധാവസ്ഥയൊക്കെ പതിയെ അല്ലെ വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് വാച്ച് ചെയ്യാനായിട്ട് ഒബ്സർവേഷൻ റൂമിലും നഴ്സുമാരാണ് ഡ്യൂട്ടി ചെയ്യുന്നത് അല്ലെ? ഞാൻ വീണ്ടും അദ്ദേഹത്തിന് എന്താണ് വാർഡിലേക്കോ റൂമിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യും. അവിടെയും അവിടെ നഴ്സുമാര് അവർ ഡ്യൂട്ടി ചെയ്യുന്നു. അങ്ങനെ 4 സ്റ്റേജസിലും എന്താണ് ഇവരോടൊപ്പം ആരുണ്ടായിരുന്നു? ഈ പേഷ്യന്റിനോടൊപ്പം നഴ്സുമാര് ഉണ്ടായിരിക്കേണ്ടതാണ്. അതാണ് പറയുന്നത് theater nurses who take care of patients throughout all of the 4 stages of the operation. Then theater support workers who shift patients between the wards and the operating theater. നമുക്കറിയാം ഈ ഓപ്പറേഷനെ കൊണ്ടുവരുമ്പോഴും തിരിച്ച് ഓപ്പറേഷൻ അല്ലെ കഴിഞ്ഞ റൂമിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും അവിടെയും ഇവരെയൊക്കെ കൊണ്ടു നടക്കാനായിട്ട് ചിലപ്പോഴൊക്കെ വീൽ ചെയർ ആയിരിക്കും, സ്ട്രക്ചറിലൊക്കെ ആണെങ്കിൽ തന്നെ അവരെ കൊണ്ടു നടക്കാനായിട്ട് ആരുടെ ഹെൽപ്പാണ് ആവശ്യമായിട്ട് വരിക? ആരെങ്കിലും ഹെൽപ്പ് വരുമോ? ആരെങ്കിലും ഹെൽപ്പ് ആവശ്യമാണോ? ഓക്കെ, അറ്റൻഡേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് അല്ലെ? അസിസ്റ്റന്റ് നഴ്സുമാരൊക്കെ സേവനം ആവശ്യമാണ്. നഴ്സുമാരാ പൊതുവെ വീൽ ചെയറിലൊക്കെ കൊണ്ടുപോകുന്നത് എന്തെങ്കിലും അല്ലെ ഹെൽപ്പ് അസിസ്റ്റന്റ് ഹെൽപ്പേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളുടെ സേവനം ആവശ്യമാണ്. ദെൻ എന്താണ് വീണ്ടും കാർഡിയോഗ്രാഫിസ്റ്റ് ടു മോണിറ്റർ ദ ECG മെഷീൻ. നമ്മൾ ECG ഒക്കെ നോക്കാനായിട്ട് അല്ലെ നമ്മുടെ ഹേർട്ടിന്റെ ആ ഒരു ഫംഗ്ഷൻ ഒക്കെ നന്നായിട്ട് തന്നെ നോക്കാനായിട്ട് അത് മോണിറ്റർ ചെയ്ത് നോക്കാനായിട്ട് കാർഡിയോഗ്രാഫേഴ്സ് വേണം. ദെൻ എന്താണ് റേഡിയോഗ്രാഫേഴ്സ് ടു എക്സ്റേ ഇഫ് ദേ ആർ റിക്വയർഡ്. ഇൻ കേസ് എക്സ്റേ ഒക്കെ എടുക്കണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ അതിനാവശ്യമായിട്ട് റേഡിയോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കണം. ECGയുടെ ഫുൾ ഫോം അറിയാമോ? അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ച്, അപ്പൊ അറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് നോട്ട് ചെയ്യാൻ സാധിക്കും. ECG എന്താണ്? കാർഡിയോഗ്രാഫുമായിട്ട് ഇലക്ട്രോകാർഡിയോഗ്രാഫ് ഓക്കെ. ഇലക്ട്രോകാർഡിയോഗ്രാം അതൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കിയാല് അപ്പൊ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ക്യാച്ച് ചെയ്ത് വെച്ചേര്. ECG ഇതൊന്നും ഇതിപ്പോ ആവശ്യമൊന്നും വരില്ല എങ്കിലും ഞാനത് പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പ്രധാനമായിട്ടും ഓപ്പറേറ്റിംഗ് റൂമിലുള്ള വ്യക്തികളുടെ കാര്യമാണ്. ഓക്കെ, അപ്പൊ ആരെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് മെസ്സേജ് വരുന്നുണ്ട്, നോട്ട് ചെയ്ത് പോവാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കാം, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. Theater nurse who take care of patients throughout all 4 stages of the operation. അതെന്താ ചോദിച്ചത്? അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നാണോ? അതായത് നമ്മൾക്കറിയാം ഓപ്പറേഷന് മുമ്പ് നമ്മളുടെ കാര്യങ്ങളെല്ലാം അല്ലെ അഡ്വൈസ് ചെയ്ത് തരാനായിട്ട് തീർച്ചയായിട്ടും നഴ്സുമാര് പറഞ്ഞത് മനസ്സിലാക്കും അല്ലെ? നിങ്ങൾ ഇങ്ങനെ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഊരി വെച്ച് ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഇന്ന സമയത്ത് നമ്മൾ കയറണം അല്ലെ? നമ്മള് ഭക്ഷണമൊക്കെ അയക്കും മുമ്പ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളിപ്പോ BP എടുക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം അല്ല എല്ലാ കെയറും ചെയ്തിട്ടാണ് കയറേണ്ടത്. ഓക്കെ, ഇതില് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഇത് പഠിക്കാൻ കേട്ടോ. ഇവിടെ പ്രൊട്ടക്റ്റീവ് സോണ്, ക്ലീൻ സോണ്, സ്റ്റെറൈൽ സെപ്റ്റീവ് സോണ്, ഡിസ്പോസൽ സോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ മുമ്പുള്ള ആ ഒരു മേഖലകൾ തിരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്.
ഇവിടെ നഴ്സുമാരുടെ ആ ഒരു 3-4 സ്റ്റേജ് ആണ് പറയുന്നത്. നഴ്സുമാര് നമ്മളുടെ ഒപ്പം സേവനം ചെയ്യുന്ന സ്ഥലങ്ങൾ. തീർച്ചയായിട്ടും നഴ്സുമാര് എന്താണ് ഈ പേഷ്യന്റിനോടൊപ്പം സേവനം ചെയ്ത്, ഇപ്പൊ ഡോക്ടേഴ്സ് ചിലപ്പോൾ ഓപ്പറേഷൻ സർജൻ എപ്പോഴും ശരിക്കും എന്താണ് സർജൻ എപ്പോഴും ഇവരോടൊപ്പം ഉണ്ടാവോ? പേഷ്യന്റിനോടൊപ്പം ഉണ്ടാവോ? സർജന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓപ്പറേഷൻ നടത്തുന്ന സമയത്താണ് അല്ലെ. അതേസമയം നഴ്സുമാർക്ക് ഡ്യൂട്ടി പല ടൈമിലുണ്ട്. അതായത് ഇവരെ ഒരുക്കാനുണ്ട്, ഓപ്പറേഷൻ ടൈമിലുണ്ട്, ഓപ്പറേഷന് ശേഷമുണ്ട്, എന്നാൽ ഇവരെ റൂമിൽ എത്തിക്കുമ്പോഴും എന്താണ് which are the 4 stages of nurses? അങ്ങനെയാണോ ചോദ്യം? Theatre nurse who take care of patients throughout all 4 stages of the operation. Theatre nurse എന്താ പറയുന്നത്? അല്ലെ 4 സ്റ്റേജുകളിലും അവരോടൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഈ 4 സ്റ്റേജുകൾ എന്താണെന്നുള്ളതാണ്. അതായത് ഓപ്പറേഷന് മുമ്പ്, ഓപ്പറേഷന്റെ ടൈമില്, ഓപ്പറേഷന് ശേഷം ഒബ്സർവേഷൻ ടൈമില്, ദെൻ അദ്ദേഹത്തിനെ റൂമിലേക്ക് കൊണ്ടുപോകുന്ന ടൈമിൽ. ഇതാണ് ഇവിടെ ആ ഒരു സെന്റൻസിൽ നോട്ടബിൾ ആയിട്ട് പറയുന്നത്. മിക്കപ്പോഴും ഹോസ്പിറ്റലിലെ നഴ്സുമാർക്ക് ഡിഫറെന്റ് ഡ്യൂട്ടീസ് ആയിരിക്കും അല്ലെ. അവര് സ്റ്റേജിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് തിയേറ്ററിൽ കയറുന്ന നഴ്സ് തന്നെ ഇതെല്ലാം ചെയ്യണമെന്നില്ല. പക്ഷെ അവിടെ നഴ്സിന്റെ ഒരു ഡ്യൂട്ടി അവിടെയാണ്. ക്ലിയർ ആയോ? കേരളത്തിലുള്ള നഴ്സ് തന്നെ ആയിരിക്കണമെന്നല്ല ഉദ്ദേശിച്ചത്, നഴ്സുമാരുടെ ഡ്യൂട്ടികൾ അവിടെയാണ്. വേറെ എന്തെങ്കിലും? ആണോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാലൻസ് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്റർ ഓക്കെ അല്ലേ? ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയില്ലേ? അതില് അടുത്ത് പറയേണ്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായിട്ടും നമുക്ക് കാണുന്നത്. അതായത് ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ. കാർഡിയോഗ്രാഫേഴ്സ് ആരാണ് ECG മോണിറ്റർ ചെയ്യുന്നത്? അവിടെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് കാർഡിയോഗ്രാഫേഴ്സ് ആണ് ECG മോണിറ്റർ ചെയ്യുന്നത് അല്ലെ. ദെൻ റേഡിയോഗ്രാഫേഴ്സ് ആണ് എക്സ്റേക്ക് എടുക്കുന്നത് ആരാണ് അല്ലെ. ആ ഒരു രീതിയിലൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ നോട്ട് ചെയ്യാം. എന്താണ് അവിടെ അല്ലെ ഈ ഓപ്പറേഷൻ റൂം എക്യുപ്മെന്റ്സിൽ എന്തൊക്കെ പെടാം അല്ലെ. വ്യത്യസ്ത തരത്തിലുള്ള എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങൾ, അത് ഏതൊക്കെ രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ആണെന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ അവിടെ എന്താണ് ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത് വെരി കൂൾ ആയിരിക്കണം എന്നുള്ള കാര്യം, അതൊക്കെ നോട്ട് ചെയ്ത് പോവാ. വ്യത്യസ്ത പേരുകൾ ഓപ്പറേഷൻ റൂം അറിയപ്പെടുന്നു. പിന്നെ എന്താണ് ഓപ്പറേഷൻ റൂം എന്നുള്ളത് ചിലപ്പോഴൊക്കെ അല്ലെ എന്ത് ടേക്ക് പ്ലേസ് നമുക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആ സെന്റൻസ് തന്നെ കൂടെ തന്നെ ചിലപ്പോൾ ചോദിച്ച് കാണാറുണ്ട്. നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് ഓപ്പറേഷൻ തിയേറ്റർ ആണെന്നുള്ളത്. അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ, ചില സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ആരാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അല്ലെ, സർജൻ ആണ് ഓപ്പറേഷൻ നടത്തുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ്, അപ്പോഴൊക്കെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്കറിയാം ഓരോ ഭാഗത്തു നിന്നും ഒരു 3-4 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ചില ചാപ്റ്റേഴ്സിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കും, ചില ചാപ്റ്റേഴ്സിൽ വെച്ച് കട്ടി കൂടിയതൊക്കെ ആയിരിക്കും. ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുണ്ടാവും. എന്തെങ്കിലും പറയാനാണോ? വേറല്ലേ? വെറുതെ ഓണാക്കിയതാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you, ma'am. Thank you, ma'am.